നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകൾ വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്നത് അധികമാരും ചിന്തിക്കാറുള്ള കാര്യമല്ല. ഒരാവേശത്തിന് പിൻപിൽ നാം ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾ വലിയ വലിയ അപകടങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് മറക്കരുത്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും തികഞ്ഞ ബോധ്യത്തോടെ എന്താണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവിൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ സന്നദ്ധരായാൽ ഒരുപക്ഷെ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഡോക്ടർ ലിയോ വിൻറ്റർ എന്നു പേരുള്ള വളരെ പ്രസിദ്ധനായ ഒരു സർജന് ഒരിക്കൽ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ എത്തി. രാത്രി ഏതാണ്ട് 1 മണിയായ സമയത്ത് തനിക്ക് ലഭിച്ച കോൾ ഇങ്ങനെയായിരുന്നു: അപകടത്തിൽപ്പെട്ട് ഒരു ചെറിയ കുട്ടി ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങ് കടന്നു വന്ന് വേണ്ട പരിചരണങ്ങൾ നൽകണം, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും എന്നതായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കോളിൻ്റെ ഉള്ളടക്കം. വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ വിൻറ്റർ തൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് സ്വന്തം കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഹൈവേ എടുക്കാതെ ചെറിയ ഉൾറോഡുകളിലൂടെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുവാനായി അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഉൾവഴിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് സൈൻ്റെ അടുക്കൽ അദ്ദേഹം കാർ നിർത്തി. ആ കാർ നിർത്തിയ ഉടനെ ഒരു മനുഷ്യൻ ഒരു ചാര നിറമുള്ള തൊപ്പി ധരിച്ച് കളങ്കളം ഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വന്നു. എന്നിട്ട് ഡോറ് തുറന്ന് ഡോക്ടർ വിൻറ്ററിനെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആ കാറിൽ കയറി അതിശീഘ്രം ഓടിച്ചുപോയി. എന്തിനാണ് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ വിൻറ്ററിന് മനസ്സിലായില്ല. താൻ ആരാണെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ആ സാഹചര്യത്തിൻ്റെ ഗൗരവം എന്താണെന്നുമൊക്കെ അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചിട്ടും അതൊന്ന് ശ്രദ്ധിക്കാനുള്ള സമയം ആ മനുഷ്യനുണ്ടായിരുന്നില്ല. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് മറ്റാരുടെയൊക്കെയോ സഹായത്താൽ ഡോക്ടർ വിൻറ്റർ ഹോസ്പിറ്റലിൽ എത്തുവാനിടയായത്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സസ് അദ്ദേഹത്തോട് പറഞ്ഞു, 1/2 മണിക്കൂർ മുമ്പ് ആ കുഞ്ഞ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് കുറച്ച് സമയം മുൻപ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം എപ്പോഴും ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഡോക്ടർ വന്നില്ല എന്നായിരുന്നു. ഡോക്ടറെ, താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ചാപ്പലിൽ ഇരിക്കുന്ന ആ പിതാവിൻ്റെ അടുക്കലൊന്ന് ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം. വളരെ സങ്കടത്തോടെ ഡോക്ടർ വിൻറ്റർ ആ മനുഷ്യൻ്റെ അടുക്കൽ അദ്ദേഹത്തെ കാണേണ്ടതിന് ചാപ്പലിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ മുഖമമർത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടും അദ്ദേഹത്തിൻ്റെ അരികിലിരിക്കുന്ന തൊപ്പിയും ഡോക്ടർ വിൻറ്റർ ശ്രദ്ധിച്ചു. തൻ്റെ കാർ തട്ടിയെടുക്കാൻ വ്യഗ്രത കാണിച്ച് കാറിൽ നിന്ന് വലിച്ചിട്ട് ഓടിച്ചുപോയ അതേ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ അന്ന് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ സ്വന്തം കുഞ്ഞിൻ്റെ അപകട വാർത്ത കേട്ട മാത്രയിൽ
ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഡോക്ടറുടെ കാറ് തട്ടിയെടുത്ത ആ പിതാവ് ചെയ്തത് ഗുരുതരമായ തെറ്റായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഡോക്ടറിന് കഴിയാതെ പോയത്. ചിലപ്പോഴെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം ഇതാണ്. എന്തൊക്കെയോ ചെയ്തു കൂട്ടുവാനുള്ള വ്യഗ്രതയിൽ ഇടവും വലവും നോക്കാതെ നമ്മൾ ഓടുകയാണ്. പക്ഷേ അത് അവസാനിക്കുന്നത് വലിയ ദുരന്തങ്ങളിലും. അതിൻ്റെ കാരണം വേണ്ടത്ര വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും ഒന്നുകൂടെ ചിന്തിക്കണം, ഒരിക്കൽ കൂടെ ആലോചിക്കണം, വീണ്ടും ആലോചിക്കണം, ഇനിയും ആലോചിക്കണം. ഇത് വേണോ, അതോ ഇതിൻ്റെ പിൻപിൽ അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ? യോഗ്യമല്ലാത്തതൊന്നും നമുക്ക് വേണ്ടെന്ന് ചിന്തിക്കണം, തീരുമാനിക്കണം. ഒരു വാർത്തയുടെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ മനസ്സ് വയ്ക്കരുത്. മനസ്സ് ശാന്തമാക്കണം, ശരിയായ തീരുമാനമെടുക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ സാധിച്ചാൽ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ദുരന്തങ്ങളൊന്നും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അതാകണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം.